ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ അൺബോക്സിംഗിലൂടെ അവരുടെ യൂട്യൂബ് ചാനലിൽ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തൊരു വീഡിയോ അവരുടെ നിക്കാഹിന്റെ വീഡിയോ ആണല്ലേ. ഒട്ടുമിക്ക ആളുകളും കണ്ടു കഴിഞ്ഞിട്ടുണ്ടാകും. അൺബോക്സിംഗിലൂടെ എല്ലാവർക്കും അറിയുന്നുണ്ടാകും. 40 ലക്ഷത്തിന് മുകളിലെങ്ങാണ്ടായിട്ട് യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളിലൊക്കെ വ്യക്തികളാണ്. അപ്പോൾ അതിലൊരു ബ്രദർ ആൻഡ് സിസ്റ്റർ അവരൊക്കെയാണ് ഉള്ളത്. അവർ അടങ്ങുന്ന കുറച്ച് ഫാമിലി വ്ളോഗ്സും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു യൂട്യൂബ് ചാനൽ അവർ അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് അവരുടെ നിക്കാഹ് വീഡിയോ ആണ്. അപ്പോൾ ആ നിക്കാഹ് വീഡിയോ പല ചാനലുകളായിട്ട് ഇങ്ങനെ ഇപ്പോൾ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ചെറിയ ചെറിയ പാട്ട് ഭാഗങ്ങളായിട്ട് ഇങ്ങനെ നിക്കാഹിന് കയറുന്നതും നിക്കാഹിന് വരുന്നതും ആ രീതിയിലുള്ള കുറേയധികം ഭാഗങ്ങൾ പല രീതിയിലുള്ള പല ചാനലുകൾ ഇങ്ങനെ ഇപ്പോൾ ഷോർട്ടായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് കാണാനിടയായിട്ടുണ്ടായിരുന്നു. നീലക്കുയിൽ എന്ന പേരുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജിലായിരുന്നു അവരുടെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. നിക്കാഹിന് ഇങ്ങനെ വരുന്ന ഒരു വീഡിയോ ആയിരുന്നു. നമുക്ക് ആദ്യമായിട്ട് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എന്നിട്ട് അതിന് ശേഷം, കാരണം കുറേയധികം ആളുകൾ ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണിത്. ആദ്യം ഒന്ന് സോഷ്യൽ മീഡിയയിൽ ആളുകൾക്ക് ആദ്യം എല്ലാവർക്കും ഇഷ്ടമായിരിക്കും, പിന്നീട് എന്താ സംഭവിക്കുക എന്നറിയത്തില്ല, നെഗറ്റീവ് കൊണ്ട് 5 കളിയായിരിക്കും. ഇപ്പോൾ അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇവരുടെ നിക്കാഹിന്റെ ദിവസമാണ്. ആ വീഡിയോയുടെ താഴെ വരുന്ന കമന്റുകൾ വായിച്ചു നോക്കിയാൽ സത്യം പറഞ്ഞ അന്തം വിട്ടു പോകും. ഇവരൊക്കെ ആളുകൾ എങ്ങനെ കൊണ്ടു നടന്നതിനായിരുന്നു. കാരണം എത്രയധികം ഫോളോവേഴ്സ് ഉണ്ട്, നിങ്ങൾ അത് ആലോചിച്ച് നോക്കണം. പിന്നെ പെട്ടെന്ന് എങ്ങനെ ഇവരൊക്കെ ഇങ്ങനെ ആവുന്നു, അതായത് ഇങ്ങനെ ആളുകളുടെ ഇടയിലേക്ക് ഒരു നെഗറ്റീവായി മാറുന്നത് എങ്ങനെയാണ്? എല്ലാവരും മുഴുവൻ ആളുകളും നെഗറ്റീവായിട്ടുള്ള ഓരോ കമന്റുകൾ മാത്രമേ അതിൽ അടിച്ചിറക്കുന്നുള്ളൂ. ഇവരൊക്കെ ഇതിന് മാത്രം വലിയ തെറ്റുകൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എനിക്ക് പേഴ്സണലി അറിയത്തില്ല കേട്ടോ. എന്തെങ്കിലും തെറ്റുകൾ ഇവരൊക്കെ ചെയ്തിട്ടുണ്ടോ? കാരണം അമ്മാതിരി നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഓരോ ആളുകളും പടച്ചു വിടുന്നത്. ഏതായാലും നമുക്ക് ആദ്യമായിട്ട് ആ ഒരു നിക്കാഹിന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അതിനുശേഷം ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യാം. അപ്പൊ ഇതായിരുന്നു അവരുടെ നിക്കാഹിന്റെ ആ ഒരു വീഡിയോ. നിക്കാഹിന്റെ ഭാഗങ്ങളൊന്നും കാണിക്കുന്നില്ല. അവർ വരുന്ന, അതായത് ആ ചാനലിലുള്ള മെയിൻ വ്യക്തികൾ, ആ ഒരു പയ്യൻ, അതുപോലെ തന്നെ അവരുടെ സഹോദരി, ഇവരിങ്ങനെ മുന്നോട്ട് നടന്നു വരുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആയിരുന്നു ഇത്. അപ്പൊ ഇതിന് താഴെ വന്നത് പൂർണ്ണമായിട്ടും ബോഡി ഷേമിങ് ആ രീതിയിലുള്ള കമന്റുകളായിരുന്നു. കാരണം ആ ഒരു ലേഡിയുടെ, അതായത് ആ ഒരു സഹോദരിയുടെ വസ്ത്രധാരണ, അതേ പറ്റിയിട്ടൊക്കെയാണ് ആളുകൾ സംസാരിക്കുന്നത്. ഇവർ കൊടുത്ത ക്യാപ്ഷൻ തന്നെ വളരെ മോശമാണ് എന്നുള്ളതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ച് കേൾപ്പിച്ചു തരാം. രാജസ്ഥാൻ ലോറിയെ പോലെ കളർഫുള്ളായി അണിഞ്ഞൊരുങ്ങി ഡ്യൂഡി, അൺബോക്സിംഗ് ഡൂട്ട് വെഡിങ് ഫംഗ്ഷൻ. അപ്പൊ അതിലെ ആ ഡ്യൂഡി എന്ന് പറയുന്ന ആ സഹോദരി അവരുടെ ഡ്രസ്സിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. രാജസ്ഥാൻ ലോറിയെ പോലെ കളർഫുള്ളായി. ഒരു ലോറിയെ വെച്ചിട്ടാണ് അവിടെ അവർ താരതമ്യം ചെയ്തിട്ടുള്ളത്. പിന്നീട് വന്ന കമന്റുകൾ മുഴുവനായിട്ടും ഈ രീതിയിലായിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഇതിൽ 2 പേർക്കും വെച്ചിട്ടുള്ള കമന്റുകൾ വരുന്നുണ്ട് കേട്ടോ. കാരണം ആ പയ്യനെ വെറുക്കുന്ന കുറേയധികം ആളുകളുണ്ട്, ഈ യുവതിയെ വെറുക്കുന്ന കുറേയധികം ആളുകളുണ്ട്. ഏതായാലും നമുക്ക് കമന്റുകൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. അതിൽ ഒന്നാമതൊരു കമന്റ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഈ മൊണ്ണക്കെല്ലാം ആരാ പെണ്ണ് കൊടുത്തേ? അതായത് ഇവനൊരു മൊണ്ണയാണ് എന്നീ രീതിയിലുള്ള കാര്യമാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഈ കമന്റ് ഇട്ട വ്യക്തിക്ക് നല്ല ബുദ്ധിയുള്ള ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നുണ്ട്. കാരണം ഒരു വ്യക്തിയെ കാണുന്ന സമയത്ത് അവൻ മൊണ്ണയാണ്, അല്ലെങ്കിൽ അവൻ മറ്റേതാണ്, അല്ലെങ്കിൽ അവൻ മറിച്ചേതാണ്. അതായത് ഒരു വ്യക്തിയെ കാണുന്ന സമയത്ത് അദ്ദേഹത്തിന് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ഈ പയ്യനെ കണ്ടപ്പോൾ, ഈ അൺബോക്സിംഗ് ഡൂഡിലെ ആ ഒരു പയ്യനെ കണ്ടപ്പോൾ അവനൊരു മൊണ്ണയാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞതല്ലേ. അല്ലാണ്ട് ഇപ്പൊ ഇതിനൊക്കെ എന്താ പറയാ? ഇവനൊക്കെ എവിടുന്ന് കുറ്റിയും പറിച്ചു വരുന്നു അല്ലേ. ഒരു നിക്കാഹിന്റെ ഡേ, അവരുടെ ലൈഫിലെ സന്തോഷമായിട്ടുള്ള ഒരു ദിവസം, ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോടെ? അവർ ഈ കമന്റുകളൊക്കെ എടുത്ത് വായിച്ചു നോക്കുമ്പോൾ എന്തായിരിക്കും അവരുടെയൊക്കെ അവസ്ഥ? ഇനി എനിക്ക് അറിയാഞ്ഞിട്ട് ചോദിക്കാണ് കേട്ടോ. കാരണം ഇവരൊക്കെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? അതിന് മാത്രം എന്തെങ്കിലും തെറ്റ് ഇവർ ചെയ്തിട്ടുണ്ടോ? പേഴ്സണലി എനിക്ക് അറിയത്തില്ല. ഞാൻ ഇവിടെ വീഡിയോസ് ഒന്നും കാണാറില്ല. എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ? അറിയുന്നവർ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരണം. എന്താണ് ഇവരൊക്കെ ഇങ്ങനെ ഇത്ര വെറുക്കാൻ വേണ്ടി കാരണം എന്താണ്? എനിക്കറിയത്തില്ല. ഏതായാലും അടുത്തൊരു കമന്റ് കൂടെ വായിച്ചു നോക്കാം. അങ്ങനെ പൊട്ടനും പെണ്ണ് കിട്ടി. അതാണ് ഈ രീതിയിലുള്ള കമന്റുകളാണ്, ഈ ചെക്കനെ കുറിച്ച് ഈ രീതിയിലുള്ള കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പൊട്ടനും പെണ്ണ് കിട്ടിയെന്ന്. എന്താല്ലേ? ഇനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ അവരുടെ ക്യാപ്ഷൻ അനുസരിച്ചിട്ടുള്ള കുറച്ച് കമന്റുകൾ വന്നിട്ടുള്ളത്. രാജസ്ഥാനിലെ ഒട്ടകമാണോ, രാജസ്ഥാനിലെ ലോറികളെ പോലെ എന്ന് പറഞ്ഞല്ലോ അവരുടെ ഡ്രസ്സിങ്ങും കാര്യങ്ങളും കണ്ടിട്ട്.
രാജസ്ഥാനിലെ ഒട്ടകമാണോ? ബോഡി ഷേമിംഗ് എന്ന് വെച്ചാൽ അപാര ബോഡി ഷേമിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അടുത്തൊരു കമന്റ് നോക്കാം. ഉണക്കക്കോലിന്റെ മേൽ തുണി ചുറ്റിയ പോലെ. ആ യുവതിയുടെ ഡ്രസ്സിങ്ങിനെ പറ്റിയിട്ടാണ് പറയുന്നത്. എന്താല്ലേ, ഉണക്കക്കോലിന്റെ മേൽ തുണി ചുറ്റിയ പോലെ എന്ന്. ഇവിടെ നാണമുണ്ടോ ഇങ്ങനെയൊക്കെ വന്ന് വിളിച്ച് പറയാനായിട്ട്? ഇവിടെ ആലോചിച്ച് നോക്കണം. അവിടെ വീട്ടിൽ എന്താ പറയുക, ഒരു ഹാപ്പി ആയിട്ടൊരു ഫംഗ്ഷനാണ് നടക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഇവർ വന്ന് ഇവരുടെ ഈ വീഡിയോസിന്റെ താഴെ വന്നിട്ടുള്ള കമന്റുകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ അവിടെ ഉണ്ടായ ആ ഹാപ്പിനെസ് എല്ലാം തന്നെ ഒറ്റയടിക്ക് അങ്ങ് നഷ്ടപ്പെടുമെന്നുള്ളതാണ്. ആ രീതിയിലുള്ള കമന്റുകളാണ് വന്നിട്ടുള്ളത്. ഇവിടെ അവർ കുറച്ച് തടി കുറവാണെന്ന് കരുതിയിട്ട് അത് അവർ വരുത്തി വെച്ചൊന്നുമല്ല, ദൈവം കൊടുക്കുന്നതാണ് ഓരോ ആളുകൾക്കും. ഇപ്പൊ ഇവിടെ ഈ വായിട്ടലച്ച നിന്നെ, അതായത് ഉണക്കക്കോലിന്റെ മേൽ തുണി ചുറ്റി എന്ന് പറഞ്ഞല്ലോ, നീ നാളെ ഉണക്കക്കോൽ അല്ലെങ്കിൽ ഉണക്ക ഈർക്കിളിയാവുന്ന ആർക്കറിയാൻ മടേ? ദൈവത്തിന്റെ കയ്യിലാണല്ല. എന്നിട്ട് വെറുതെ വന്ന് ഞാൻ എല്ലാം തികഞ്ഞവനാണെന്ന് പറഞ്ഞിട്ട് വെറുതെ വന്നിരുന്നെങ്കിൽ 4 എഴുതി വിടുക. ഉളുപ്പുണ്ടോ നിനക്കൊക്കെ? ഏതിനും അടുത്തൊരു കമന്റ് കൂടെ നോക്കാം. ഇത് രാജസ്ഥാൻ ലോറിക്ക് വരെ അപമാനമാണ്. ലോറികൾക്ക് വരെ അപമാനമാണ്. അവരുടെ ഡ്രസ്സിന്റെ കളറും കാര്യങ്ങളൊക്കെ ലോറികൾക്ക് വരെ അപമാനമാണ് എന്നുള്ളതാണ്. കാരണം അവിടെ രാജസ്ഥാൻ ലോറികളൊക്കെ കുറച്ച് എന്താ പറയാ, മോഡേൺ, അതായത് ഒരു മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്ത കുറച്ച് കളർഫുള്ളൊക്കെ ആയിട്ട് കുറച്ച് പൂമാലകളും കാര്യങ്ങളൊക്കെ തൂക്കിയിട്ട് അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് ഇവരിങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് കേട്ടോ. ഇനി ഏതായാലും അടുത്തൊന്ന്, കണ്ട പാണ്ടികൾക്കും പുണ്ടകൾക്കും ഒക്കെ പെണ്ണ് കിട്ടി തുടങ്ങി, നീയൊക്കെ ഇങ്ങനെ നടന്നോട്ടോ. എന്താല്ലേ, കണ്ട പാണ്ടികൾക്കൊക്കെ പെണ്ണ് കിട്ടിയെന്ന്, നീയൊക്കെ ഇങ്ങനെ നടന്നോ? ഇതിനൊക്കെ എന്ത് പറയും? ഇനി ഇതിൽ വന്ന നല്ല ഒരു കമന്റ് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ച് കളിപ്പിക്കാം. എന്ത് ക്യാപ്ഷനാണ് നീലക്കുയിൽ സഹോ, ഇട്ടത് എഡിറ്റ് ചെയ്യും. ആ ചെക്കൻ്റെ ജീവിതത്തിലെ നല്ലൊരു മുഹൂർത്തമാണ് ഇത്. അത് കാണാൻ പോയി അവരെ ഫുഡും കഴിച്ച് മോശം പറഞ്ഞു പോരുന്ന പോലെ ആയില്ല കുയിലേ. അതായത് നീലക്കുയിലാണ് ഈ ഒരു പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. അവരെ കാണാൻ പോയിട്ട് അവരുടെ ഫുഡും കഴിച്ചിട്ട് അവരെ തന്നെ കുറ്റം പറയുന്ന രീതിയിൽ അവരുടെ കണ്ടന്റ് കൊടുത്തിട്ട് അവരെ തന്നെ കുറ്റം പറയുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ വല്ല തെറ്റും കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാമായിരുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. ഇത് അവരുടെ നിക്കാഹിന്റെ വീഡിയോ ആണ്. അതിൽ യാതൊരു വിധ തെറ്റും ഞാൻ കണ്ടിട്ടില്ല. അവരുടെ ഡ്രസ്സിങ് ആണെങ്കിലും ഒരു പ്രശ്നവുമല്ല. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്? ഒരാളെങ്കിൽ ഒരാൾ ഇവിടെ നല്ലത് പറഞ്ഞു എന്നുള്ളതാണ്. പിന്നെ അടുത്തൊരു കമന്റ് നോക്കാം. ഇത് കണ്ടാൽ നിക്കാഹാണെന്ന് പറയില്ല, വല്ല സ്കൂൾ കലോത്സവത്തിന് ഡാൻസ് കളിക്കാൻ പോകുന്ന പോലെയുണ്ട് ഓരോരുത്തരുടെ ഡ്രസ്നെസ്, അതായത് ഡ്രസ്സിങ് രീതി. ആർക്കും അവരുടെ ഡ്രസ്സിങ് രീതി ഒന്നും പിടിച്ചിട്ടില്ല കേട്ടോ. അവിടെ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ രീതിയിൽ ഡ്രസ്സ് അണിയാനുള്ള അവകാശമുണ്ട്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി. ഏത് കളറ്, ഏത് രീതിയിൽ, അതിനൊക്കെയുള്ള അവകാശം ഇവിടെ ഉണ്ട്. നിങ്ങളൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? പഴയ നൂറ്റാണ്ടിൽ ഇപ്പോഴും നിങ്ങൾ പോന്നിട്ടില്ലെന്ന് തോന്നുന്നുണ്ട്. അതും നമ്മുടെ ഡ്രസ്സിങ് രീതിയിൽ ഒരു പ്രശ്നവുമില്ല. അതാണ്, ഇതിലാണ് മോശമായിട്ടുള്ള രീതിയിൽ ഡ്രസ്സ് ചെയ്യുന്ന അത്ര ആളുകളുണ്ട്. അപ്പോൾ ഏതായാലും ഞാൻ ഇനി കമന്റുകൾ വായിക്കുന്നില്ല കേട്ടോ. കാരണം ഈ രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്ന കമന്റുകൾ. സത്യം പറഞ്ഞ് എന്തിനാണ് ഇവരിങ്ങനെ ബോഡി ഷേമിങ് ചെയ്തിട്ടും ഇങ്ങനെ കളിയാക്കുന്നതും എന്തിനു വേണ്ടിയിട്ടാണ്? ഞാൻ അതാണ് ആലോചിച്ചു പോകുന്നത്. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇതുപോലുള്ള ഒരു പരിപാടി വരുമ്പോൾ പുറത്തിരുന്ന് ആരെങ്കിലൊക്കെ ഇങ്ങനെ കമന്റ് അടിക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? അതൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കൂടെ? ഇടക്കൊക്കെ നന്നായിരിക്കും. അങ്ങനെ ആലോചിക്കുന്നതൊക്കെ നന്നായിരിക്കും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിന് മാത്രം ഇവരെന്തെങ്കിലും തെറ്റിയൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ. ഞാനൊന്നും നോക്കിയിട്ട് കണ്ടില്ല കേട്ടോ. സാധാരണ പോലെ ഒരു നിക്കാഹ് നടക്കുന്നു, എല്ലാവരും കൂടെ ഇങ്ങ് വരുന്നു, അവർ കുറച്ച് ആളുകൾ നല്ല രീതിയിലുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ അണിഞ്ഞിട്ടുണ്ട്. അത് വെച്ചിട്ട് കുറെ അധികം ആളുകൾ ബോഡി ഷെയിം ചെയ്യുന്നു, കളിയാക്കുന്നു. അപ്പൊ ഏതായാലും ഇങ്ങനെയൊന്നും ഒരാളെയും ഊക്കേണ്ട ഒരു ആവശ്യമില്ല. എന്തെങ്കിലും തെറ്റുകളും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം, അതൊക്കെ നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ പറയാം. അതിനും ഒരു ലിമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും ചെയ്യാതെ ഒരു നിക്കാഹ് വീഡിയോന്റെ താഴെ വന്നിട്ട് ഇമാതിരി കോപ്രായങ്ങളൊക്കെ കാണിക്കുക എന്ന് പറയുമ്പോൾ ഒരിക്കലും യോജിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. എനിക്ക് പേഴ്സണലി അത് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. ഇങ്ങനെ ഓരോ ആളുകൾ വന്നിട്ട് ഇങ്ങനെ മോശം രീതിയിലുള്ള കമന്റ് ഇട്ട സമയത്ത് എനിക്ക് പേഴ്സണലി അത് തീരെ ഇഷ്ടമായിട്ടില്ല. അപ്പോൾ എന്തായാലും എന്താണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം? കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റായിട്ട് രേഖപ്പെടുത്തുക. ഇങ്ങനെയുള്ള മോശമായിട്ടുള്ള കമന്റുകളൊക്കെ ഇടേണ്ട ഒരു സമയമാണോ ഇപ്പോൾ അൺബോക്സിംഗ് ഡൂഡിന്റെ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ പറയുക. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.